എലപ്പുള്ളിയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. ബ്രൂവറിക്കെതിരായ ബോർഡ് മീറ്റിംഗ് ആരംഭിക്കാനിരിക്കെ CPMന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉപരോധിക്കുന്നു. പഞ്ചായത്തിനകത്തേക്ക് ആരെയും കയറ്റിവിടില്ല എന്ന് CPM പ്രവർത്തകർ. പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ജീവനക്കാർ പുറത്തു നിൽക്കുന്നു. ബ്രൂവറിക്കെതിരായ ബോർഡ് യോഗം അട്ടിമറിക്കാനാണ് CPM ശ്രമമെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും BJPയും പറയുന്നു. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, എലപ്പുള്ളിയിൽ മനഃപൂർവ്വമായൊരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ബ്രൂവറിക്കെതിരായ ബോർഡ് മീറ്റിംഗ് ആരംഭിക്കാനിരിക്കെയാണ് CPMന്റെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്ത് ഉപരോധമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ പുറത്തു നിൽക്കുകയാണോ ഇപ്പോഴും? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. എലപ്പുള്ളിയിൽ നമുക്കറിയാം, ഒയാസിസ് എന്ന മദ്യനിർമ്മാണ കമ്പനി എലപ്പുള്ളി പഞ്ചായത്തിലെ മണ്ണുക്കാട് എന്ന പ്രദേശത്ത് അവിടെ അവരുടെ പ്ലാന്റ് ആരംഭിക്കാൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വലിയ പ്രതിഷേധങ്ങളായിരുന്നു അതിനെതിരെ ഉയർന്നുകൊണ്ടേയിരുന്നത്. ഏതായാലും ആ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ സർക്കാർ അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ മദ്യനിർമ്മാണ കമ്പനിയെ അവിടെ നിന്നും നീക്കം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അവിടെ നിന്നും മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ നടപടിയിൽ നിന്നും പിന്നോട്ട് പോകുമോ എന്നുള്ളത് ഈ പ്രതിഷേധിച്ചിരുന്ന BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സർക്കാർ പിന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസവും മന്ത്രി MB രാജേഷ് ഈ മദ്യനിർമ്മാണശാല അതുപോലെ തന്നെ സ്പിരിറ്റ് ഉൽപാദന കേന്ദ്രം അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ആവർത്തിക്കുന്ന പശ്ചാത്തലമുണ്ടായി. ആ ആവർത്തിച്ച സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ എലപ്പുള്ളി പഞ്ചായത്തിൽ ബോർഡ് യോഗം ചേർന്നുകൊണ്ട് കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തത്. അങ്ങനെ കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി ആ ബോർഡ് യോഗത്തിൽ തീരുമാനമെടുക്കാൻ ഇരിക്കെയാണ് ഇന്ന് രാവിലെ പെട്ടെന്ന് തന്നെ CPMന്റെ പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ തന്നെ CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, LC സെക്രട്ടറി ഉൾപ്പെടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ 2 ഗേറ്റുകളും അടച്ചുപൂട്ടിക്കൊണ്ട് ആരെയും, ശുചീകരണ തൊഴിലാളികളെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെയും ആരെയും അകത്തേക്ക് കയറ്റാൻ അനുവദിക്കാത്ത തരത്തിലുള്ള പ്രതിഷേധം അവർ നടത്തുന്നത്. അവർ ആദ്യം പറഞ്ഞത് ഇത് മറ്റ് പല വിഷയങ്ങളിലാണ് പ്രതിഷേധം നടത്തുന്നത്, അതല്ലാതെ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ആ പരിപാടി അവിടെ CPMന്റെ നേതാവായ ഏരിയ സെക്രട്ടറിയായ നിതിൻ കണിച്ചേരി ഉദ്ഘാടനം ചെയ്യാണ്. നിതിൻ കണിച്ചേരി ഇപ്പോഴും പറയുന്നത് ആ ബോർഡ് യോഗത്തിന് ഉള്ളിൽ ഇന്ന് കയറണമെന്ന്, എന്താണ് നിർബന്ധം എന്ന തരത്തിലാണ്. ഇപ്പോൾ ഇന്ന് സാധാരണ ബോർഡ് യോഗമാണ്. പ്രോജക്റ്റ് അംഗീകരിക്കാനുണ്ട് കുറേ എണ്ണം, അതുപോലെ തന്നെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർക്കാനുണ്ട്. അങ്ങനെ സാധാരണ ബോർഡ് യോഗമാണ്, എമർജൻസി ബോർഡല്ല. അതുപോലെ തന്നെ 7ാം വാർഡിൽ ഗ്രാമസഭ നടത്തിയിട്ടുണ്ടായിരുന്നു, സ്പെഷ്യൽ ഗ്രാമസഭ, അത് അംഗീകരിക്കാനുണ്ട്. 6ാം വാർഡിൽ സ്പെഷ്യൽ ഗ്രാമസഭ നടത്തണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട് 6ാം വാർഡിലെ ജനങ്ങൾ. അത് കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം. അതെ, അത് നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ ബോർഡിൽ തീരുമാനിച്ചു. ആ തീരുമാനിച്ചത് നിയമ ഉപദേശം തേടാൻ വേണ്ടിയിട്ട് സെക്രട്ടറി വക്കീലിന്, ഗവൺമെന്റ് പ്ലീഡറിന് കത്ത് കൊടുത്തു. ആ കത്തിന് മറുപടി വന്നിട്ടുണ്ട്. അതിനി ബാക്കി എന്ത് നടപടി എടുക്കണം എന്നുള്ളത് തീരുമാനിക്കണം. ഇങ്ങനെ കുറേ മീറ്റിങ്ങുകളുള്ള, കത്തുകളും അപേക്ഷകളുമുള്ള, തൊഴിലുറപ്പുള്ള, പ്രോജക്റ്റുള്ള സാധാരണ ബോർഡ് യോഗമാണ്. അല്ലാണ്ട് ഇവർ ഉപരോധം നടത്തണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് അടിയന്തര ബോർഡൊന്നും അല്ല വെച്ചിട്ടുള്ളത്. ഇവർക്ക് പറയാൻ വിവരമില്ലാത്തവർ എന്തെങ്കിലും വിളിച്ചു പറയണമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളൊന്നും അത് വിശ്വസിക്കില്ല. സാധാരണ ബോർഡിന് 3 മുഴുവൻ ദിവസം വേണം. അതിന് മുമ്പ് നോട്ടീസ് കൊടുക്കണം. എമർജൻസി ബോർഡിന് 24 മണിക്കൂറിന് മുമ്പാണ് നോട്ടീസ് കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് എപ്പോൾ ബോർഡ് നടത്തണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് ഇവരുടെ ഉപരോധം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എമർജൻസി ബോർഡല്ല, സാധാരണ ബോർഡാണ് വിളിച്ചിട്ടുള്ളത്. ശുചീകരണ തൊഴിലാളികളെ, പഞ്ചായത്ത് സെക്രട്ടറി ആരെയും ഉള്ളിൽ അവര് പുറത്ത് നിൽക്കുകയാണ്. 8 മണി മുതൽ 10-60ഓളം പഞ്ചായത്തിന്റെ സ്റ്റാഫുകളും ശുചീകരണ തൊഴിലാളികളും എല്ലാം പുറത്ത് നിൽക്കുകയാണ്. പോലീസ് നോക്കുകുത്തിയാണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. പോലീസ് നമ്മളെയാണ് തള്ളിമാറ്റുന്നത്, അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ പിണറായിന്റെ പോലീസ് ഈ കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തി ഈ ഇവിടുത്തെ ശബരിമലയിലെ സ്വർണം മുഴുവൻ കട്ടുമുടിച്ച്, എന്നിട്ടും ഈ CPMന് സപ്പോർട്ട് കൊടുക്കുന്ന നന്ദി കെട്ട ആണും പെണ്ണും കെട്ട പോലീസാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ലാന്ന്. കാരണം ഞങ്ങൾ 9:30 തൊട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളെ അകത്ത് കയറ്റാൻ വിടാണ്ട് ഞങ്ങളെ നടു റോട്ടിൽ നിർത്തിയിട്ട് പീഡിപ്പിക്കുകയാണ്, മാനസികമായിട്ടും ശാരീരികമായിട്ടും. ഇത് ഇവിടുത്തെ പോലീസ് ചെയ്യുന്നത് ക്രൂരതയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇതെല്ലാം വെളിച്ചം കൊണ്ടുവരും. കാരണം ജനങ്ങളാണ് ഞങ്ങളുടെ പരമാധികാരികൾ. അവരുടെ മുന്നിൽ ഞങ്ങൾ ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബോർഡ് യോഗം ചേരണം, ചേരാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ബോർഡ് തീരുമാനിച്ചതല്ലേ. ബോർഡ് കടത്തിവിടില്ല എന്നുള്ള നിലപാട് തന്നെയാണ്.
ഉള്ളിലേക്ക് കടത്തിവിടില്ല എന്ന് തന്നെയാണ് ഇപ്പൊ നിതിൻ ഗഡ്കരി ഇവരുടെ ഈ ഊള പ്രസംഗം കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. കുറച്ചു നേരം കൂടി ക്ഷമിക്കും. CIന്റെ അടുത്ത് 11 മണി വരെ സമയം പറഞ്ഞിട്ടുണ്ട്. 11 മണിക്കകത്ത് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും റോഡ് ഉപരോധിക്കും. കേസ് എടുക്കട്ടെ, അറസ്റ്റ് ചെയ്യട്ടെ. ഞങ്ങളെയാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ സന്തോഷം. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആ അറസ്റ്റ് ഭരിക്കാൻ തയ്യാറാണ്. എല്ലില്ലാത്ത നാവ് കൊണ്ട് തെണ്ടിത്തരം വിളിച്ചു പറയുന്നതിനെ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നേരിടും. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളാണ് റോഡിന്റെ ഒരു വശത്ത് അവർ നിലയുറപ്പിച്ച് നിൽക്കുന്നത്. നേരത്തെ ഇവർ റോഡ് ഉപരോധിക്കുന്നത് ഉൾപ്പെടെ നടത്തിയിരുന്നു, റോഡ് ഉപരോധം ഉൾപ്പെടെ നടത്തിയിരുന്നു. പക്ഷേ ആ റോഡ് ഉപരോധത്തിന്റെ സമയത്ത് അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. മറുവശത്താണെങ്കിൽ ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPMന്റെ ഏരിയ സെക്രട്ടറി അംഗമായ നിതിൻ ഗഡ്കരി അദ്ദേഹം ഇവിടെ ഒരു വശത്ത് ഈ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പരിപാടി സംസാരിക്കുന്ന ഒരു വശത്ത് കാണാൻ സാധിക്കും. മറുവശത്താണെങ്കിൽ BJPയുടെ പഞ്ചായത്ത് അംഗങ്ങളും ഇവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട്. ശരി അരുൺ, എന്തായാലും പോലീസ് നടപടിയും വിചിത്രമായി തന്നെ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. അരുണിലേക്ക് വരാം. കാരണം അല്പസമയം കൂടി തങ്ങൾ ഇത് കാത്തു നിൽക്കും. അതിനുശേഷം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ തുടർന്നും പ്രക്ഷോഭം ഉണ്ടാകും എന്ന് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കുന്നത്. ഇത് CPM അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ബ്രൂവറിക്കെതിരായ ബോർഡ് യോഗം ചേരുന്നതിന് മുൻപുള്ള ഈ പ്രഹസന നാടകം എന്ന് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത്. നമുക്ക്